കേരളം അക്ഷരാർത്ഥത്തിൽ ഒരു തീച്ചൂളയായി മാറുകയാണ്. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കടുത്ത താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നു. വടക്കൻ കേരളത്തിൽ പലയിടത്തും താപനില 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് അടുക്കുകയാണ്. വേനൽ കടുത്തതോടെ സംസ്ഥാനത്ത് ഉഷ്ണതരംഗത്തിന് സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സൂര്യാഘാതം, നിർജ്ജലീകരണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് പകൽ സമയത്ത് പുറത്തിറങ്ങുന്നവർക്ക് ദുരന്ത നിവാരണ അതോറിറ്റി കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ വടക്കൻ ജില്ലകളിൽ മുതൽ തെക്കൻ ജില്ലകൾ വരെ താപനില റെക്കോർഡ് വേഗത്തിലാണ് ഉയരുന്നത്. പാലക്കാട് ജില്ലയിലാണ് നിലവിൽ ഏറ്റവും ഉയർന്ന ചൂട്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തുന്ന പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാമെന്നാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം ഇവിടെ 39.2 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് അനുഭവപ്പെട്ടത്. കൊല്ലം ജില്ലയിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാം. തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ ചൂട് 36 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നു. ഈ ജില്ലകളിലെല്ലാം സാധാരണയായി 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാനാണ് സാധ്യത. ഹൈറേഞ്ച് ജില്ലകളായ ഇടുക്കിയിലും വയനാടിലും മാത്രമാണ് നിലവിൽ താപനില മുന്നറിയിപ്പ് ഇല്ലാത്തത്. ചൂട് 40 ഡിഗ്രിയിലേക്ക് അടുക്കുമ്പോൾ കേവലം അസ്വസ്ഥത എന്നതിനപ്പുറം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യവകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ കർശനമായി പാലിക്കേണ്ടതുണ്ട്. നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. ഈ സമയത്ത് അന്തരീക്ഷത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സാന്നിധ്യം കൂടുതലായതിനാൽ സൂര്യാഘാത സാധ്യത വളരെ കൂടുതലാണ്. ദാഹം അനുഭവപ്പെട്ടില്ലെങ്കിലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക. ശരീരത്തിലെ ലവണാംശം നിലനിർത്താൻ ORS ലായനി, കഞ്ഞിവെള്ളം, നാരങ്ങാവെള്ളം, ഇളനീർ എന്നിവ കുടിക്കുന്നത് ഉത്തമമാണ്. എന്നാൽ മദ്യം, കാപ്പി, ചായ, കാർബണേറ്റ് പാനീയങ്ങൾ എന്നിവ നിർജ്ജലീകരണം കൂട്ടുമെന്നതിനാൽ അവ ഒഴിവാക്കുക. പുറത്തിറങ്ങുമ്പോൾ അയഞ്ഞതും ഇളം നിറത്തിലുള്ളതുമായ പരുത്തി വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് ശീലമാക്കുക. കണ്ണിന്റെ സംരക്ഷണത്തിനായി സൺഗ്ലാസുകളും ഉപയോഗിക്കുക. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് ലേബർ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള വിശ്രമ സമയം അനുവദിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. കഠിനമായ വെയിലത്ത് ജോലി ചെയ്യുന്നത് തളർച്ചയ്ക്കും ബോധക്ഷയത്തിനും കാരണമായേക്കാം. കുട്ടികൾ, പ്രായമായവർ, ഗർഭിണികൾ, മറ്റ് രോഗബാധിതർ എന്നിവർ വെയിലേൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ തണലിലേക്ക് മാറുകയും വൈദ്യസഹായം തേടുകയും ചെയ്യുക. കേരളം ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത അത്രയും കഠിനമായൊരു വേനൽക്കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാമെന്ന മുന്നറിയിപ്പ് വരും ദിവസങ്ങളിൽ ജാഗ്രത വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് കാണിക്കുന്നത്. വെറുമൊരു വേനൽ ചൂട് എന്നതിനപ്പുറം ആരോഗ്യത്തെയും ദൈനംദിന ജീവിതത്തെയും ബാധിക്കുന്ന ഉഷ്ണതരംഗമായി ഇത് മാറുമ്പോൾ ഓരോരുത്തരും വ്യക്തിപരമായ മുൻകരുതലുകൾ എടുക്കാൻ മറക്കരുത്. നിർജ്ജലീകരണം തടയാൻ ധാരാളമായി വെള്ളം കുടിക്കാനും ഉച്ചസമയത്ത് പുറം ജോലികൾ ഒഴിവാക്കാനും സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക. കാലാവസ്ഥാ പ്രവചനങ്ങൾ അനുസരിച്ച് വരും ദിവസങ്ങളിൽ ചൂട് അസഹനീയമായി തുടരാൻ തന്നെയാണ് സാധ്യത. ചൂടിനെ പ്രതിരോധിക്കാനുള്ള മുൻകരുതലുകൾക്കൊപ്പം പ്രകൃതിയിലെ മാറ്റങ്ങളെ ജാഗ്രതയോടെ നിരീക്ഷിച്ച് നമുക്ക് സുരക്ഷിതരായിരിക്കാം.